ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആത്മാർത്ഥമുള്ളതായിട്ടാണോ നിൽക്കുന്നത്, ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതൊക്കെയാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെയില്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേഴ്സൺ ആരാണോ, വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ പറയുക. മുഖം നിങ്ങൾ വ്യക്തമായി ഓർക്കുക. ഡിയർ ആർക്കേഞ്ചൽ, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന ആ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? വാട്ട് ഈസ് ദെയർ കറൻറ്റ് ഫീലിംഗ് ഫോർ യു? 10 ഓഫ് സ്പേഡ്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തായാലും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. ചിലരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ട് കുറച്ച് നാളുകളായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും എൻഡായി പോയിട്ടുള്ളതായിരിക്കാം. പക്ഷേ എൻഡായി പോയ ആ ഒരു നിമിഷം മുതൽ ഇന്ന് വരെ ആ വ്യക്തി, അതായത് നിങ്ങളുടെ പേഴ്സൺ, സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. സകല സമയവും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ വ്യക്തിക്ക് വേറൊരു വർക്കും ചെയ്യാനായിട്ട് സാധിക്കാത്ത അത്രയ്ക്ക് ദുഃഖമാണ് ആ വ്യക്തി അനുഭവിക്കുന്നത്. അതായത് ഒരു മരിച്ചതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ആ വ്യക്തി എന്തൊരു കാരണത്താലാണോ നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത്, ആ ഒരു സന്തോഷം ആ വ്യക്തിക്ക് അവസാനിച്ചു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് വേറെ പോയതൊരു റിലേഷൻഷിപ്പിലേക്കായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്തോഷത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതെല്ലാം അവസാനിച്ചു. ആ ഒരു സന്തോഷം ഒന്നും തന്നെ ഇല്ല. ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് അങ്ങ് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ എന്തായാലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും പുതിയൊരു ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതായത് വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു നിങ്ങൾക്ക്. ഈ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം ട്രസ്റ്റ്ഫുള്ളായിട്ട് നിൽക്കുമായിരുന്നു രണ്ടുപേരും. പക്ഷേ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സമയം കടന്നു വന്നിട്ടുണ്ടാവണം. അതും വളരെ പെട്ടെന്നായിരിക്കാം വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടുള്ളത്. കാരണം ഒരു പേഴ്സണോട്, ഒരു ലവറിനോട് തോന്നുന്ന എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. വളരെയധികം അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരികെ പിടിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. 6 ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നത്, അതായത് നിങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾ പോയപ്പോൾ മുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മിന്നി മാറി മറിഞ്ഞിട്ടുള്ള ഓരോ കാരണങ്ങളാണ്. ചിലപ്പോൾ അത് ഒരു കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി തന്നതുമായിരിക്കാം. കാരണം ചില ആൾക്കാരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നിങ്ങളെ വിഷമിപ്പിച്ചതിന് ആ വ്യക്തിക്ക് ഡിവൈൻ നൽകിയിട്ടുള്ള പണിഷ്മെൻറ്റും ആവാം അത്. അതായത് ഒന്നും ആ വ്യക്തിക്ക് ശരിയാവുന്നില്ല. ചിലപ്പോൾ ജോബിൽ ലോസ്റ്റായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണി, തൊടുന്നതെല്ലാം നഷ്ടം. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ വ്യക്തി ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്ന ആരും ആ വ്യക്തിയുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ഏകാന്തതയാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ന സന്തോഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആ വ്യക്തി ഏതൊരു കാര്യത്തിലേക്കാണോ പോയിട്ടുള്ളത് അവിടെയൊന്നും ആ വ്യക്തി രക്ഷപ്പെട്ടിട്ടേയില്ല. ഇപ്പം ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എല്ലാം മറന്നിട്ട് ഈ ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് പോകണമെന്ന് തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് പേഴ്സൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആഗ്രഹം നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് ആ വ്യക്തി റെഡിയാണിപ്പോൾ. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്.
അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിപ്പോൾ. അതുകൊണ്ടാണ് ആ വ്യക്തി 2 കൈകളും നീട്ടി നിങ്ങളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നത്. ചിലപ്പോൾ അവർക്ക് പുറമേ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു പക്ഷേ അവരുടെ ഈഗോ സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഇതെല്ലാം അടിയറ വെച്ച് കഴിഞ്ഞു. കാരണം അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ആരാണ് ആ വ്യക്തിക്ക് ഒരു വിഷമഘട്ടം വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ആരാണ് ഇല്ലാത്തത്, ഇതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ റിഗ്രറ്റ് ഫീൽ ചെയ്യുകയാണ്. ചിലപ്പോൾ അവരുടെ മുന്നിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർ ഈ വ്യക്തിയെ പ്രപ്പോസ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം, ആ വ്യക്തിയുടെ സ്നേഹം കാണിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ആ വ്യക്തി നഷ്ടപ്പെട്ടതിനെ ഓർത്താണ് സങ്കടപ്പെടുന്നത്. കാരണം അവർക്ക് വേറൊരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വിശ്വാസമില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം നിങ്ങളെ ഒരു ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് വെറുതെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളൊരു പേഴ്സണാണ്. ആ ഒരു കാരണത്തിൽ അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. കാരണം അവർ വിദൂരതയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം അവർക്കിപ്പോൾ നിങ്ങൾ തിരിച്ചു വേണം. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ട് ലാസ്റ്റ് ഫീലിങ്സോടുകൂടി നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുക. ഇനി എന്തൊക്കെ സിറ്റുവേഷൻസ് ഇവർക്ക് ഫേവറായിട്ട് വന്നാലും, അതായത് വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് സെറ്റായി വന്നാലും അവരത് സ്വീകരിക്കുമെന്നുള്ള യാതൊരു കാര്യമില്ല. കാരണം അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്താണ് കൂടുതലായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുക. കാരണം ഇവിടെ ദ സൺ എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എ ടൈം ഓഫ് ഗ്രേറ്റ് ജോയ് ആൻഡ് സക്സസ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം, അതായത് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കാര്യം എടുക്കുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള നീക്കമെന്ന് തന്നെ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങളിലാണ് ആ വ്യക്തിക്കൊരു സമാധാനമുള്ളത്, അല്ലെങ്കിൽ അവിടെ നിങ്ങളാണ് ആ വ്യക്തിയുടെ കംഫർട്ടബിൾ സോൺ എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം നിങ്ങളുമായിട്ടൊരു ഫാമിലി, നിങ്ങളുമായിട്ടൊരു സക്സസ്, കുട്ടികൾ, അങ്ങനെയുള്ള ഒരു ജീവിതം വേണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുകയാണ്. ഇവിടെ കൂടുതലായിട്ടും കുറ്റബോധത്തിൻ്റെ കാർഡും അതുപോലെ തന്നെ പ്രതീക്ഷയുടെ കാർഡുമാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി തെറ്റ് ചെയ്തു പോയി എന്നുള്ളത് ആ വ്യക്തി അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്, അത് ആ വ്യക്തി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി കൂടി കാണുന്നുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ആ വ്യക്തി ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ചില കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു അവസരം നോക്കി നിൽക്കായിരിക്കാം. ചിലപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക, അങ്ങനെ ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു നല്ല കാര്യവും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നൊരു ജാള്യതയാവാം ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് മടിക്കുന്ന ഏക ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അത്രമാത്രം വേണ്ടാന്ന് വെച്ച് നിങ്ങളെ അവഗണിച്ച് ഒക്കെ പോയിട്ടുള്ള ഒരാളാണ്. അവിടെ യൂണിവേഴ്സാണ് ഇവിടെ ഇടപെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഇനി തിരിച്ചു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടീഷനിങ് വെക്കും. കാരണം അത്രമാത്രം നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും നിങ്ങളെ അവർ പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ബോഡി ഷേമിങ് വരെ ഈ വ്യക്തി നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ യൂണിവേഴ്സിൻ്റെ അതിഭയങ്കരമായിട്ടുള്ള ഒരു ഇടപെടൽ വന്നിട്ടുണ്ട്, അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി അടിമുടി മാറുക എന്ന് പറയില്ലേ. കാരണം ആ വ്യക്തിയുടെ തെറ്റുകൾ ആ വ്യക്തി മനസ്സിലാക്കി ആ വ്യക്തി ചേഞ്ച് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സന്ദർഭമാണ് ഇപ്പോൾ ഈ ഒരു കാർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തി ശരിക്കും സ്പിരിച്വലി ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളതാണ്. തെറ്റുകൾ മനസ്സിലാക്കി അവിടെ ഒരുപാട് റിഗ്രറ്റ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ സ്വപ്നങ്ങളെ പൂവണിയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഡ്രീം ആയിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾക്കൊരു നല്ലൊരു ലൈഫ് തരാൻ വേണ്ടി മാത്രമായിരുന്നാൽ മതി എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂവണിയിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ട്വിൻ ഫ്ലെയിം ജേണിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓൺ ആൻഡ് സിറ്റുവേഷനിലൂടെയൊക്കെ തന്നെ ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നേച്ചേഴ്സ് ആയിരിക്കാം. കാഴ്ചയിൽ ഒരു പക്ഷേ ഒരുപോലെ ആയിരിക്കണമെന്നുണ്ടെങ്കിലും സ്വഭാവത്തിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിലും ഉണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും ഒരു ട്വിൻ ഫ്ലെയിം ജേണിയാണ്.
ഉറപ്പ്. അതായത് ഈ ഒരു സ്പ്രെഡ് കാണുന്ന ആൾക്കാർ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയുടേതായിട്ടുള്ള സന്തോഷങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. സന്തോഷം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ സങ്കടം ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ യൂണിവേഴ്സ് തന്നെയായിരിക്കാം അയച്ചിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു അസെൻഷൻ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളൊരു അവേക്കനിങ് പീരീഡിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കാം. അത് പറയാനുള്ള കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും രണ്ടു പേർക്കും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം തരാൻ യൂണിവേഴ്സിനാൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത്. അത് ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സമയം വരണം. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ്, ഈ ഒരു ലവ് ലൈഫ് വളരെയധികം മനോഹരമാവുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ മനസ്സിലാക്കലുകളില്ല, പരസ്പരം തെറ്റിദ്ധാരണകളായിരിക്കാം കൂടുതലുള്ളത്. ഇവിടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യെസ് യൂണിവേഴ്സ്, കാരണം യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളത്. നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾക്ക് നീതി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതാണ്. കാരണം യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ട്. ആ ഒരു പേഴ്സണ് ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ന്യൂ ബിഗിനിങ്, യെസ്. ഇവിടെ തീർച്ചയായിട്ടും ഒരു പുതിയൊരു ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും പുതിയൊരു തുടക്കമാണ് ഉണ്ടാവുന്നത്. ഇനി ചുരുക്കം ചില പേരുടെ കാര്യത്തിൽ ഒരു ചതിപ്രയോഗത്തിലൂടെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളത്. തെറ്റിദ്ധാരണകൾ, ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം വേറൊരാൾ കാരണം കൊണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നു ചേർന്നിട്ടുള്ളത്. അതിനെയും ഡിവൈൻ പരിഹരിക്കുന്നുണ്ട്. ഏതൊരു വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തെ തകർത്തിട്ടുള്ളത് അവരും അതേപോലെ തന്നെ തകർക്കപ്പെടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്, പി എന്നാണ് കിട്ടിയിട്ടുള്ളത്, ബി എന്ന് കിട്ടിയിട്ടുണ്ട്, ആർ എന്ന് കിട്ടിയിട്ടുണ്ട്, ഇസഡ്, യു, ജി, ഒ, ക്യു, വൈ, ടി. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ക്ലൂസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. പാലക്കാട് എന്ന് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ പ്ലേസ് ആവാം. 42, 41 ഏജ് ആവാം. തിക്ക് ഹെയർ, നല്ല തലമുടി ഉണ്ടാവാം. ബാഡ്, ചുരുച്ച് താടി ഉണ്ടാവാം. സ്മോൾ ഐസ്, ചെറിയ കണ്ണായിരിക്കാം ആ പേഴ്സൻ്റേത്, അല്ലെങ്കിൽ നിങ്ങളുടേത്. കേളി ഹെയർ, 45, ചുരുണ്ട തലമുടി ഉണ്ടായിരിക്കാം. 444, അതായത് ഏഞ്ചൽ നമ്പറാണ്, ചിലപ്പോൾ നിങ്ങൾ പതിവായിട്ടത് കാണുന്നുണ്ടായിരിക്കാം. ബിഗ് ഐസ്, വലിയ കണ്ണുകളുള്ളവരും ഇത് കാണുന്നുണ്ട്. മദർ, ചിലപ്പോൾ മദർ ഇടപെട്ടിട്ടുണ്ടാവാം. 22 നിങ്ങളുടെ ഏജ് ആവാം. 37 ഏജ് ആവാം. ഡേറ്റ് ഓഫ് ബർത്ത് ആവാം 22 എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ സ്മൈൽ, ഫാദർ 39. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി പ്ലേസസ് എടുക്കണം. ഇവിടെ മലപ്പുറം, ആലപ്പുഴ ആൻഡ് തൃശ്ശൂർ, ബാംഗ്ലൂർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽ എന്താണ് പറയുന്നത് നമുക്കിനി നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഏഞ്ചൽ പറയുന്നത് നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ടൈമിങ്, യെസ്. നിങ്ങൾക്കിപ്പോൾ പെർഫെക്റ്റ് ടൈമാണ്. അതായത് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പേഴ്സൺ ഒരു റീയൂണിയനുമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളിത്
കാണേണ്ടതും ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ തന്നെ ആയിരുന്നു എന്നുള്ളത്. കാരണം വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ. കാരണം ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക.